നാട്ടുകാർ നടന്നു വയ്ക്കോട്ടെ, ഞാൻ എന്ത് ചെയ്തു? അവിടെ നില്ലടി. കൊല്ലം കോട്ട് തൂക്കം നേർ പറഞ്ഞിട്ടില്ലേടി നിന്നെ കൊച്ച ഇവിടുത്തെ കളക്ടറാണോ? ന്റെ കഥാപാത്രം കേറിയിട്ട് ഒരു സ്റ്റെയർ കേസ് ഒക്കെ കയറി നേരെ മുകളിലേക്ക് പോയില്ല. അതൊക്കെ ഞാൻ ചോദിക്കാൻ വന്നത് ചോദിച്ചിരിക്കും. വെൽക്കം ടു ഇപ്ര വ്ളോഗ്സ്. ഇപ്ര വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് കോട്ടയം ജില്ലയിലെ താഴത്തങ്ങാടിക്കടുത്ത് വലിയങ്ങാടി എന്ന സ്ഥലത്താണ്. എനിക്ക് സൈഡിലായി കാണുന്നത് ഈ ഒഴുകുന്നത് മീനച്ചിലാറാണ്. മീനച്ചിലാറിൻ്റെ കരയിൽ എനിക്ക് പിന്നിലായി കാണുന്നത് മീനച്ചിലാറാണ്. മീനച്ചിലാറിൻ്റെ കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ ലൊക്കേഷൻ കാഴ്ചകളിൽ എത്തുന്ന ചിത്രം എന്ന് പറയുന്നത് 1994 അനിൽ ബാബു സംവിധാനം ചെയ്ത കുടുംബവിശേഷം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായിട്ട് എത്തുന്നത്. കുടുംബവിശേഷം എന്ന ചിത്രത്തിൽ തിലകനും കവിയൂർപ്പൊന്നമ്മയുമാണ് പ്രധാന റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. കുടുംബവിശേഷത്തിന്റെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ വലിയങ്ങാടിയിലാണ്. മീനച്ചിലാറിന്റെ തീരത്തുള്ള താഴത്തങ്ങാടിക്കടുത്തുള്ള വലിയങ്ങാടി എന്ന സ്ഥലത്താണ് കുടുംബവിശേഷത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, ചാനലിലേക്ക് എത്തി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾ പഴയകാല സിനിമകളുടെ ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ആ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോവുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ മനോഹരമായ മീനച്ചിലാറിന്റെ തീരത്തെ കുടുംബവിശേഷത്തിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കുടുംബവിശേഷം എന്ന ചിത്രത്തിലെ ആദ്യ ഒരു ലൊക്കേഷൻ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിൽ കൽപ്പനയുടെ കഥാപാത്രം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് വള്ളത്തിൽ വന്നിറങ്ങുന്ന കടവാണ്. ആ കടവിൽ തന്നെ ഏകദേശം 3ഓളം സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സീൻ എന്ന് പറയുന്നതാണ് ഈ കൽപ്പനയുടെ കഥാപാത്രം വള്ളത്തിൽ വന്നിറങ്ങുന്നത്. അതുകൂടാതെ തന്നെ ഇതിലെ ഊർമിള എന്ന കഥാപാത്രം തുണി അലക്കുമ്പോഴത്തേക്ക്, ഇവിടെ നിന്ന് അലക്കുമ്പോഴത്തേക്ക് അശോകന്റെ കഥാപാത്രം വന്ന് സംസാരിക്കുകയും അപ്പോഴത്തേക്ക് നമ്മുടെ ഏലിക്കുട്ടി കൽപ്പന എന്ന് പറയുന്ന കഥാപാത്രം ആ പടവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സീൻ. അങ്ങനെ രണ്ടാമത്തെ സീനും ഈ പടവിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന മൂന്നാമത്തെ സീൻ എന്ന് പറയുന്നത് തിലകന്റെ കഥാപാത്രം ഒരാളുമായിട്ടിരുന്ന് ചൂണ്ടയിടുകയും ഒക്കെ ചെയ്യുന്ന സീനും ഈ പടവിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പടവിന്റെ കാഴ്ചകളിലേക്ക് പോകാം. 1994 അനിൽ ബാബു സംവിധാനം ചെയ്ത കുടുംബവിശേഷം എന്ന ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പടവ്, ആ കൽപ്പനയുടെ കഥാപാത്രം വന്നിറങ്ങുന്ന പടവ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ കാണുന്ന പടവിൽ കൽപ്പന അവതരിപ്പിക്കുന്ന ഏലിക്കുട്ടി എന്ന കഥാപാത്രം ആദ്യമായിട്ട് പടം തുടങ്ങുമ്പോൾ തന്നെ വള്ളത്തിൽ വന്നിട്ട് ഇറങ്ങുന്ന പടവ് ഇതാണ്. ഈ കാണുന്ന മീനച്ചിലാറ്റിലൂടെ വള്ളത്തിൽ കൽപ്പനയുടെ കഥാപാത്രം വരും. എന്നിട്ട് ഈ പടവിൽ ഇറങ്ങിയിട്ടാണ് നടന്നു പോകുന്ന അടുത്ത സീന് കാണിക്കുന്നത്. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന അടുത്ത സീനുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു പോകാമേ. അടുത്തൊരു സീനിൽ അശോകന്റെ കഥാപാത്രം ഇവിടെ നിന്ന് ഊർമിള എന്ന കഥാപാത്രത്തെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഊർമിള എന്ന കഥാപാത്രം ഇവിടെ നിന്നിട്ട് തുണി അലക്കുകയാണ്. തുണി അലക്കുമ്പോഴത്തേക്ക് അശോകന്റെ കഥാപാത്രം ഊർമി എന്ന് പറഞ്ഞ് വിളിച്ചു വരികയും, ഉറുമിയാണ്, കഴുത്തെ ചുറ്റിയാൽ അത് കഴുത്തും കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറയുന്ന സീന് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ സീരിയലിലെ നായിക കഥാപാത്രം നിങ്ങളാണ് എന്നൊക്കെ ആ ഊർമിളയോട് പറയുകയും, ഊർമിള ഒരുപാട് നോവലുകളൊക്കെ വായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന. അപ്പൊ ആ തുണി അലക്കുന്ന സമയത്ത് അശോകനും ഊർമിളയുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഇവിടെയാണ്. അപ്പോഴത്തേക്ക് ഏലിക്കുട്ടി എന്ന കൽപ്പനയുടെ കഥാപാത്രം ഇറങ്ങി വരികയും, അപ്പൊ അശോകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശോകന് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഓടിക്കേറി പോകുന്ന സീനുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്, ഈ പടിക്കെട്ടിലാണ്. ഇത് രണ്ടാമത്തെ സീനാണ്. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ഇതാണ്. 3ഓളം സീനുകളിൽ ഈ പടിക്കെട്ട് കാണിക്കുന്നുണ്ട്. എനിക്കൊരു നല്ല മനസ്സുണ്ട്, ഞാൻ തുറന്നു കാണിക്കട്ടെ. എവിടാ
ജോലി കിട്ടാൻ പ്രയാസം. സംഗതി ഒരു വാശിക്ക് ചെയ്താണെങ്കിലും അവനൊരു ഗുണം. അടുത്ത ഒരു സീന് ഈ പടവി വെച്ച് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ തിലകനും വേറൊരാളും കൂടെ, ഒരു കൂട്ടുകാരനാണെന്ന് തോന്നുന്നു, ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുകയാണ്. ഈ ഇതൊക്കെ പടവി ഇരുന്ന് മാധവ. ചൂണ്ടയിടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സിനിമയിലെ ബ്രോക്കർ കഥാപാത്രമായി ജോസ് പല്ലിശ്ശേരി ചെയ്യുന്ന തിലകന് സ്ഥലം മേടിച്ചു കൊടുക്കാനായിട്ട് ബ്രോക്കറായിട്ട് നിൽക്കുന്ന ജോസ് പല്ലിശ്ശേരി അവർ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുവാണോ എന്ന് ചോദിച്ചിട്ട് വരുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ടോക്കൺ അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മാധവേട്ടൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, അത് കച്ചവടമാക്കണ്ടേ, അതോ ഇതിൽ നിന്ന് മാറാനാണോ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന രംഗങ്ങൾ. അപ്പൊ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന തിലകന് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഈ കടവിൽ നിന്നിട്ട് കൈ കഴുകിയിട്ട് മേളിലേക്ക് പോകും. അപ്പോൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് കച്ചവടത്തിൽ നിന്ന് മാറാനാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയും. ബൈജു കെട്ടിയിരിക്കുന്ന പെൺകുട്ടിയുടെ അതായത് രാജൻ പി ദേവന്റെ കഥാപാത്രത്തിന്റെ ഇഷ്ടം പോലെ പൈസയല്ലേ ഉള്ളത്, പുള്ളി സഹായിക്കില്ലേ എന്നൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പടവിലാണ്. കുടുംബവിശേഷം എന്ന ചിത്രത്തിലെ മൂന്നാമത്തെ സീൻ ഇതാണ്. നമ്മള് ഇരുപോഷം കൊണ്ട് പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു നമ്മുടെ കൽപ്പനയുടെ കഥാപാത്രം ഇറങ്ങി വരുന്ന പടവ്, അതായത് കൽപ്പനയുടെ കഥാപാത്രം വന്നിറങ്ങുന്നത് അവിടെ ആ പടവിലാണ്. പക്ഷെ അതിനുശേഷം ഷോട്ട് അവിടെ കൊണ്ട് കട്ട് ചെയ്യുകയാണ്. പടവ് ഉള്ളത് ഇത് മീനച്ചിലാറാണ്, ഇതിൻ്റെ ആ സൈഡിലായിട്ടാണ് പടവുള്ളത്. പക്ഷെ അതിനുശേഷം ഷോട്ട് കട്ട് ചെയ്തിട്ട് കൽപ്പനയുടെ കഥാപാത്രം വരുന്നത് കാണുന്നതാണ്. ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് കൽപ്പനയുടെ കഥാപാത്രം ഇങ്ങനെ രാവിലെ വള്ളത്തിലിറങ്ങിയ ശേഷം നടന്നു വരുന്നത്. ഇതാണ് സിനിമയിൽ കാണിക്കുന്ന നമ്മളെ എന്താ പറയുക ചീറ്റ് ചെയ്യുന്ന ഷോട്ടുകൾ എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആണ് ശരിക്കും ആ കെട്ടിടത്തിൻ്റെ താഴെയായിട്ടാണ് കൽപ്പനയുടെ കഥാപാത്രം വള്ളത്തിൽ വന്നിറങ്ങുന്നത്. അതിനുശേഷം അടുത്ത ഷോട്ട് കാണിക്കുന്നതെന്ന് പറയുന്നത് കൽപ്പനയുടെ കഥാപാത്രം ആ വളവ്, അവിടെ ഒരു ചെറിയ വളവ് പോലെയുണ്ട്, കാണാമെന്ന് തോന്നുന്നു. ആ ചെറിയ വളവ് തിരിഞ്ഞിട്ട് കൽപ്പനയുടെ കഥാപാത്രം നേരെ നടന്ന് വരുന്ന വഴി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മുടെ തിലകൻ, മാധവൻ നായർ എന്ന തിലകൻ്റെ കാറ് കഴുകിക്കൊണ്ട് ഉർവശിയുടെ കഥാപാത്രം നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് ഈ നമ്മുടെ കിക്കിലി കൊച്ചമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളായിട്ടാണ്, ഏലിക്കുട്ടി എന്ന കഥാപാത്രമായിട്ടാണ് കൽപ്പന. അപ്പോൾ ഇവിടെ ഇട്ട് കാറ് കഴുകുന്ന കാണുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ദേഷ്യം വരും. അപ്പോൾ ഉർവശി ഇവിടെ ഇട്ട് കാറ് കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉർവശിയോട് പറയും, എൻ്റെ കൊച്ചമ്മ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ ഇട്ട് കാറ് കഴുകരുതെന്ന്, വഴി നടക്കാനുള്ള സ്ഥലമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉർവശിയും കൽപ്പനയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും. അപ്പോഴത്തേക്ക് പറയും, നീ ചെന്നിട്ട് നിന്റെ കൊച്ചമ്മയെ വിളിച്ചുണർത്തിയിട്ട് കാപ്പി ഇട്ട് കൊടുക്കാനൊക്കെ പറയുകയും അവർ തമ്മിൽ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിട്ട് ഏലിക്കുട്ടിയുടെ കഥാപാത്രം സ്റ്റെപ്പ് കയറി ആ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ടാണ് മേളിലേക്ക് പോകുന്നത്. അപ്പം ബൈജുവിന്റെ കഥാപാത്രം മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. ബൈജുവായിട്ട് മടക്കിയിട്ട് വീണ്ടും മുകളിലേക്ക് കയറിപ്പോവും. അപ്പോഴത്തേക്ക് ബൈജു താഴേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന അതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഉർവശിയുടെ കഥാപാത്രം പറയും, എടാ ആ റേഡിയേറ്ററിൽ ഇച്ചിരി വെള്ളം ഒഴിക്കടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഷ് ഒക്കെ ആയിട്ട് താഴെ കടവിലേക്ക് പോകുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. ഇപ്പോഴും എത്രയോ വർഷങ്ങൾക്ക് തിലകന്റെ ആ കാറ് കടന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. മനോഹരമായ ഒരു സ്ഥലമാണ് ഇവർ ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മീനച്ചിലാറിന്റെ തീരം എന്ന് പറയുന്നത് അത്രമേൽ മനോഹരമാണ്. മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഉർവശിയുടെ കഥാപാത്രം കാറ് കഴുകിയിട്ട് മേളിലേക്ക് പോകുമ്പോഴത്തേക്ക് കാറ് കഴുകിയതിനുള്ള കൂലിയൊക്കെ മേടിക്കുന്നുണ്ട്. ആ മേടിക്കുന്ന സീനുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന അതിൻ്റെ മേളിൽ വെച്ചാണ്. നമുക്ക് അങ്ങോട്ട് കയറിപ്പോവാം. അവിടെയാണ് വീടുകളൊക്കെ ഉള്ളത്. അവർ താമസിച്ചുകൊണ്ടിരുന്ന തിലകൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്, പിന്നെ കിക്കിലി കൊച്ചമ്മയുടെ വീട്, അതുപോലെ കുഞ്ചൻ്റെ വീട്, ഇതൊക്കെ പിന്നെ അശോകം വന്ന് താമസിക്കുന്ന വീടുകൾ, ഇതെല്ലാം ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴത്തേക്കാണ്. എങ്കിൽ ഇവിടെയുള്ള സീനുകളൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം ഈ ഏലിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മേളിൽ ചെന്നിട്ട് കിക്കിലി കൊച്ചമ്മയെ ഒന്ന്
ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ഉർവശിയുടെ കഥാപാത്രം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കിക്കിൽ കൊച്ചമ്മയെ ഒന്ന് ഇളക്കിയിട്ട് ആ ചൂലുമായിട്ട് വരും. ചൂലുമായിട്ട് വന്നിട്ട് ഉർവശിയെ തല്ലുന്ന സീനുണ്ട്. ഉർവശിയെ തല്ലുന്ന സീനും ഇതാ ഇവിടെ വെച്ചാണ്. കാർ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്, നിന്നോട് ഇവിടെ കാർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇവിടെ ഇട്ട് കഴുകരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉർവശിയെ തല്ലുകയും ജഗദീഷിനോട് എടാ അവിടെ ചെവിട്ട പഠിക്കട എന്നൊക്കെ പറയുന്ന സീനുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. അതുകൂടാതെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് തിലകന്റെ കാറ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. തിലകൻ അപ്പം മേളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പം മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഈ കാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് പുക ഇങ്ങനെ ഉയരുന്നു. അപ്പോഴത്തേക്ക് തിലകൻ പേടിച്ചിട്ട് ഓടി വരുമ്പോഴത്തേക്ക് ബൈജു ഫ്രണ്ടിൽ നിന്നിട്ട് പുകയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് തിലകൻ പറയും, നീ എന്ത് പണിയാടാ കാണിക്കുന്നത്? എഞ്ചിൻ പണിയായ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണോ ഇങ്ങനെ പുകച്ച് തള്ളുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജോലിയില്ലാത്തതിന്റെ ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് പൈസയൊക്കെ ചോദിക്കും. പൈസ ചോദിക്കുമ്പോഴത്തേക്ക് നീ ഒന്നുമില്ല, സ്റ്റാൻഡിൽ നിന്ന് ആടുന്നതൊക്കെ മേടിച്ചിട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ട് തിലകൻ കാർ എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് പറയും, വെറുതെ ഇങ്ങനെ ഇത് ആലോചിച്ചുകൊണ്ട് പുകച്ച് തള്ളണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാറും എടുത്തിട്ട് പോകുന്ന സീനുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അടുത്തൊരു സീൻ എന്ന് പറയുന്നത് കവിയൂർ പൊന്നമ്മ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മണിയമ്പിള്ള രാജു, ശാന്തികൃഷ്ണയും അതുപോലെ തൃപ്പൂണിത്ര ഒക്കെ ആയിട്ട് കാറിൽ ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന സീനും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ആ കൊച്ചിനെ, മണിയമ്പിള്ള രാജുവിൻ്റെ കൊച്ചിനെയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ കവിയൂർ പൊന്നമ്മ നടന്നു വരുന്നത്. അപ്പോഴത്തേക്ക് ഇവരിവിടെ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീടിനടുത്ത് ഇവരെയും കൊണ്ട് പോകുവാന്നൊക്കെ തൃപ്പൂണിത്തറയുടെ കഥാപാത്രം പറയുമ്പോഴത്തേക്ക് ആ കൊച്ചു പോകാൻ മടിക്കുകയും മറ്റേ കവിയൂർ പൊന്നമ്മയെ വിട്ടിട്ട് പോകാനായിട്ടും അത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കവിയൂർ പൊന്നമ്മ ആ കൊച്ചിന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അതിനെ കയറ്റി വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സീനിൽ ഇതാ ഈ രണ്ടാമത്തെ ഈ സ്റ്റെപ്പുകളൊക്കെ ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ മതിലുകളും എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ആ ഒരു സീനും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. അപ്പം നമുക്ക് ഈ പടിക്കെട്ടുകൾ കയറി പോകാം. ഈ പടിക്കെട്ടുകൾ കയറി നേരെ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ചിത്രത്തിലെ വീടുകൾ എല്ലാം ഉള്ളത്. അതായത് തിലകന്റെ വീട്, തിലകനും കവിയൂർ പൊന്നമ്മയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്, അതുപോലെ മീനെ അവതരിപ്പിച്ച കിക്കിലി കൊച്ചമ്മ എന്ന കഥാപാത്രത്തിന്റെ വീട്, അതുപോലെ സീരിയൽ പിടിക്കാൻ വേണ്ടിയിട്ട് അശോകം വന്ന് താമസിക്കുന്ന ഒരു വീടുണ്ട്. ആ വീടുകളൊക്കെ ഈ പടിക്കെട്ടുകൾ നേരെ കയറി മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇതൊക്കെ അതേപടി തന്നെ ഒരു അഗ്രഹാരത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന വീടുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ വീടുകളുടെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. കുറേ പടിക്കെട്ടുകളുണ്ട്, അതെല്ലാം കയറി വേണം മുകളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ വീടൊക്കെ ഇവിടെയുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വീടുകൾക്ക് വന്നിട്ടുണ്ട്. ഇത് പടിക്കെട്ടുകൾ കയറി ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പോകുന്ന വീട് എന്ന് പറയുന്നത് കുഞ്ചൻ്റെ, അയ്യർ എന്ന് പറയുന്ന കഥാപാത്രമായ കുഞ്ചൻ്റെ വീടാണ്. ഈ തിലകൻ്റെയും കവിയൂർ പൊന്നമ്മയുടെയും തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഇതാണ് നമ്മുടെ കുഞ്ചൻ്റെ വീട് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് അയ്യർ എന്ന കുഞ്ചൻ്റെ കഥാപാത്രത്തിന്റെ വീട് എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഇവിടെയുണ്ട്. കുഞ്ചന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ തിലകന്റെയും കവിയൂർ പൊന്നമ്മയും അവരുടെ മക്കളുമെല്ലാം താമസിക്കുന്ന വീട്. ആ വീട് എന്ന് പറയുന്നത് മാധവൻ നായരുടെയും മറ്റേ കവിയൂർ പൊന്നമ്മയുടെയും മണിയമ്പിള്ള രാജു, ഉർവശി അതുപോലെയുള്ള എല്ലാവരും താമസിച്ചിരിക്കുന്ന വീട് എന്ന് പറയുന്നത് ഇതാണ്. വർഷങ്ങൾക്ക് ശേഷം ചെറിയ മാറ്റങ്ങളൊക്കെ ആ വീടിന് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ വീടിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്കൊന്ന് കാണിക്കാം. കുഞ്ചൻ്റെ വീടായിട്ട് കാണിച്ചിരുന്നത്, അയ്യർ എന്ന് വീടായിട്ട് കാണിച്ചിരുന്നത് ഈ വീടാണ്. തൊട്ടടുത്ത് തന്നെ തിലകൻ്റെ വീട്, തിലകനും കവിയൂർ പൊന്നമ്മയും രണ്ടുപേരും താമസിച്ചിരുന്ന വീടായിട്ട് കാണിച്ചിരുന്നത് ഈ വീടാണ്. മാറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക. അതിനുശേഷം വരുന്ന വീട് എന്ന് പറയുന്നത് നമ്മുടെ അശോകൻ
വന്ന് താമസിക്കുന്ന വീടാണ്. ഇതാണ് തിലകന്റെയും കവിയൂർ പൊന്നമ്മയും താമസിച്ച വീട് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടു മേളിൽ തന്നെയാണ് അശോകൻ താമസിച്ചിരുന്ന വീടും ഉള്ളത്. ദാ ഈ കാണുന്നതാണ് അശോകൻ താമസിച്ചിരുന്ന വീട് എന്ന് പറയുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ദാ ഇതാണ് അശോകൻ്റെ വീട് എന്ന് പറയുന്നത്. ഈ അശോകൻ താമസിച്ച വീടും കഴിഞ്ഞിട്ട് നേരെ അടുത്ത കയറി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ കിക്കിലി കൊച്ചമ്മ, ഇതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്ന മീനയുടെ കഥാപാത്രം അവതരിപ്പിച്ച കിക്കിലി കൊച്ചമ്മയുടെ വീട് എന്ന് പറയുന്നത് ഇതാ ഈ വീടാണ്. ഇതാണ് കിക്കിലി കൊച്ചമ്മയുടെ കഥാപാത്രത്തിന്റെ വീട് എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം അവരും ചെറിയ വീടുകൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതാണ് കിക്കിലി കൊച്ചമ്മയുടെ വീട് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറേ സീനുകൾ ഈ സ്റ്റെപ്പിന് മുകളിലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വീടിൻ്റെ മുറ്റത്ത് വണ്ടികൾ എത്തത്തില്ല. അപ്പോഴത്തേക്ക് വണ്ടി രണ്ട് സൈഡിൽ കൂടെ ഈ വണ്ടി വരും. അതിലൊരു ഇതെന്ന് പറയുന്നത് ദാ ഇവിടെയാണ്. ദാ ഇവിടെ വന്നിട്ട് നമ്മുടെ മണിയമ്പിള്ള രാജുവിൻ്റെ കഥാപാത്രം ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് നടന്നു പോരുന്ന ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. ഓട്ടോയിൽ ഇവിടെ വന്ന് നേരെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകും. എന്നിട്ട് കിക്കിലി കൊച്ചമ്മയോട് എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് നടന്നു പോകുന്നതും ഈ വഴിയാണ്. മനോഹരമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. ഒരു അഗ്രഹാരത്തിൻ്റെ പ്രതീതിയുള്ള വീടുകൾ. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ കിക്കിലി കൊച്ചമ്മയുടെ വീടാണ്. രണ്ടാമത് കാണുന്നത് അശോകം വന്നിട്ട് മുകളിൽ താമസിക്കുന്ന വീടാണ്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ രണ്ടാമതായിട്ട് കാണുന്ന വീട് എന്ന് പറയുന്നത് നമ്മുടെ തിലകന്റെയും കവിയൂർ പൊന്നമ്മയുടെയും വീടാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന വീട് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ചൻ അവതരിപ്പിച്ച അയ്യർ എന്ന കഥാപാത്രത്തിൻ്റെ വീടാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഗ്രഹാരം പോലെ തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ വീടുകളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ഇവിടെയുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ താഴത്തങ്ങാടിക്കടുത്ത് വലിയങ്ങാടി എന്ന സ്ഥലത്താണ്. മനോഹരമായി തന്നെ ഇപ്പോഴും ആ സിനിമയിലെ സ്ഥലങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇനി അടുത്ത ഒരു സീനിൽ എന്ന് പറയുന്ന അശോകന്റെ കഥാപാത്രം സീരിയൽ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും ഇവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ട് ഓരോ ആംഗിളുകളൊക്കെ താഴേക്ക് നോക്കും. അതെല്ലാം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് നേരെ നിന്നിട്ട് താഴേക്ക് നോക്കുന്നത് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. കിക്കിലി കൊച്ചമ്മ എന്ന മീന എന്ന കഥാപാത്രത്തിന്റെ ഒരു അത്യുജ്വല പ്രകടനമാണ്. മീനയുടെ വീടാണ് ഇത്. ശരിക്കും മീൻ താഴെയുള്ളതെല്ലാം ഈ ചിത്രത്തിൽ മീന വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷവും അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അശോകൻ താമസിക്കുന്നു. സീരിയൽ പിടിക്കാൻ വന്നിട്ട് അശോകൻ താമസിച്ചിരുന്നത് ഈ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെയുള്ള ഈ വീട്ടുകാരോട് തന്നെ തിരക്കാം. 31 വർഷങ്ങൾക്ക് ശേഷം കുടുംബവിശേഷത്തിൽ അശോകൻ താമസിച്ചതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥരാണ്. ഇവരോട് ചോദിക്കാം. ചേച്ചി നമസ്കാരം. ചേച്ചിയുടെ പേരെങ്ങനെയാ? ജെസ്സി. ചേട്ടൻ്റെ പേര് ബോബി അല്ലേ? കുടുംബവിശേഷത്തിൽ അശോകൻ താമസിക്കുന്ന വീട് നിങ്ങളുടെ വീടായിട്ടാണ് അല്ലേ? ഓക്കെ. അന്നത്തേൽ നിന്ന് നിങ്ങൾ ഫ്രണ്ടൊക്കെ മാറ്റിയോ? വീടിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഒന്നും മാറ്റിയിട്ടില്ല. ഒന്നും മാറ്റി. ഈ വീടിന് എത്ര വർഷം പഴക്കമുണ്ട്? 350 വർഷത്തെ പഴക്കമുണ്ടല്ലേ? ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് പേരൻസിന്റെ ആയിരിക്കും അല്ലേ? 350 വർഷത്തോളം പഴക്കമുണ്ടല്ലേ? ഇത് യാദൃശ്ചികമായിട്ട് ഇവിടെ ഈ ഷൂട്ടിങ്ങിന് വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ വീടുകൂടെ ചോദിക്കുമായിരുന്നു? അതാണല്ലേ. മറ്റേ വീടുകളൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഈ തിലകന്റെ വീടും മറ്റേ വീടും ഒക്കെ എടുത്തപ്പോൾ നിങ്ങളുടെ വീടുകൂടെ അങ്ങ് ചോദിക്കുകയായിരുന്നല്ലേ? ഇത്ര ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ?
20 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നേ. ഈ അശോകന്റെ കഥാപാത്രം കയറിയിട്ട് ഒരു സ്റ്റെയർ കേസ് ഒക്കെ കയറി നേരെ മുകളിലേക്ക് പോകില്ല, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങളിപ്പോ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല, അതേപടി തന്നെയാണോ? അതോ ഫ്രണ്ടിന്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അന്നിരുന്ന ഇവിടെയൊക്കെ ടൈലിട്ടു. അല്ല, ടൈലിട്ടതല്ലാതെ എന്തെങ്കിലും മാറ്റങ്ങളും എല്ലാം പറ്റും. ഏതാ ഇവിടെയല്ല അല്ലേ? അതെല്ലാം മാറ്റി അല്ലേ? പിന്നെ നടുക്കത്തെ മുറിയിൽ നിന്നാണോ സ്റ്റെയർ കേസിലേക്ക് നേരെ മേളിൽ പോകുന്നത്? അതെല്ലാം ഇപ്പോഴും അതേപടി തന്നെയുണ്ട് അല്ലേ? നിങ്ങളുടെ അവിടെ കുറച്ച് സീനുകളാണ് ഉള്ളത് അല്ലെ? അശോകൻ താമസിക്കുന്നതും പിന്നെ അവര് മറ്റേ ജഗദീഷൊക്കെ അങ്ങ് മേളിലേക്ക് കയറി പോകുന്നു, കൽപ്പനയൊക്കെ അല്ലേ? എല്ലാരെയും കാണാൻ പറ്റിയല്ലേ? അന്ന സമയത്ത് എല്ലാരെയും കാണാൻ പറ്റിയല്ലേ? അത് ശരി. ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയോ അതോ വൈകിട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു? ഇല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് കാണാനായിട്ട്. ഇവിടെ എല്ലാം ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഓ ശരി. അപ്പൊ നിങ്ങൾക്ക് അവരെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ പറ്റില്ല? എം എസ് തൃപ്പൂണിത്തറയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എം എസ് തൃപ്പൂണിത്തറ സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉർവശിയെ നേരിട്ട് കാണാറുണ്ട്. 10 ഉർവശിയൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ? ഓ ശരി. ഉർവശിയൊക്കെ സംസാരിക്കുക ആണല്ലേ? നല്ല ആൾക്കാരാണല്ലേ? ഓ ശരി. അപ്പൊ ഉർവശി അങ്ങനെയല്ല, ജഗദീശിനെയൊക്കെ നേരിട്ട് കാണാറുണ്ട്. ഓ ശരി. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ താഴേന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്, അതുപോലെ തന്നെ മേളിൽ നിന്നും ഒരു വഴിയുണ്ട്. 2 വഴിയാണ് അല്ലേ അങ്ങനെ വന്നുകൊണ്ടിരുന്നത് അല്ലേ? ശരി. എന്തായാലും വളരെ സന്തോഷം ചേച്ചി, ഇത്രയും കാര്യങ്ങൾ പറയാൻ വളരെ സന്തോഷം. ഇതാണ് അശോകൻ താമസിച്ച ആ വീട്. ആ വീടിന്റെ ഉടമസ്ഥര് എന്ന് പറയുന്നത് ഇവരാണ് ഇന്നത്തെ നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്. ഈ ചിത്രത്തില് കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രം തൊഴാൻ പോകുന്ന ഒരു അമ്പലമുണ്ട്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുമാരനെല്ലൂർ ദേവീക്ഷേത്രമാണ്. ഇതാണ് ആ ക്ഷേത്രം. അതിന്റെ അടുത്തായിട്ടുള്ള കുളത്തിനരികിൽ നിൽക്കുന്ന തെങ്ങിന്റെ തലപ്പിലെ നിഴലുകളൊക്കെ ആ കുളത്തിലേക്ക് വീഴുന്ന ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. ആ തെങ്ങുകളും ആ നിഴലുകളും ഒക്കെ ഇപ്പോഴും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അശോകന്റെ കഥാപാത്രം ഇവരുടെ കവിയൂർ പൊന്നമ്മയുടെയും തിലകന്റെയും മകള് ഊർമിള ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു എഴുത്ത് കൊടുക്കുന്നത്, ഒരു പയ്യന്റെ കൈവശം എഴുത്ത് കൊടുക്കുന്ന സീനുകളും ഒക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അശോകൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, അതൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതിലേക്ക് കാണിച്ചിരിക്കുന്ന അമ്പലം എന്ന് പറയുന്നത് കുമാരനെല്ലൂർ ദേവീക്ഷേത്രമാണ്. ഇപ്പോൾ ഞാനുള്ളത് കോട്ടയം ജില്ലയിലെ ആലുംമൂട് എന്ന സ്ഥലത്താണ്. ഈ ആലുംമൂട് എന്ന സ്ഥലത്ത് കുടുംബവിശേഷം എന്ന സിനിമയിലെ ഒരു സീന് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന സീന് എന്ന് പറയുന്നത് നമ്മുടെ ഉർവശിയുടെ കഥാപാത്രവും ജഗദീശിന്റെ കഥാപാത്രവും ബസ് ഇറങ്ങി വന്നിട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് ജഗദീശിന്റെ വീട്ടിലെ കാര്യങ്ങൾ, ആ അച്ഛൻ അമ്മയെ കുത്തിക്കൊന്ന കഥകളൊക്കെ പറയുന്നത് ഈ വഴിയിൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ആദ്യം ജഗദീശ് നടന്നു പോവുകയും തൊട്ട് പുറകെ ഉർവശിയുടെ കഥാപാത്രം നടന്നു പോരുകയൊക്കെ ചെയ്യും. ഉർവശിയുടെ കഥാപാത്രം നടന്നു പോരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നിലേക്ക് കാണുന്ന ഈ വീടിന്റെ ആ കൊത്തുപണികളൊക്കെ കാണിക്കുന്നുണ്ട്. ജഗദീഷ് ആദ്യം നടന്നു പോകും, അതിനുശേഷം ഉർവശിയുടെ കഥാപാത്രം പുറകെ പോകും. അപ്പം ഈ നടന്നു പോകുമ്പോഴത്തേക്ക് ഈ വീടിന്റെ സൈഡിൽ കൂടെയാണ് നടന്നു പോകുന്നത്. അതിന്റെ കൊത്തുപണികൾ, വീട്ടിലെ വർക്കുകളൊക്കെ ആ സീനിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് എനിക്ക് പിന്നിലായി കാണുന്ന ഒരു കുരിശ്, ആ കുരിശടി കൃത്യമായിട്ട് തന്നെ ആ ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. ആ കുരിശൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണിക്കാം. നിങ്ങൾ എന്തിനാ അയാളുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോയേ? എന്തിനാന്ന് അറിഞ്ഞൂടെ? എന്നെ അവരുടെ കഥാപാത്രം നടന്നു വരുന്നത് ഈ വഴിയിൽ കൂടിയാണ്. അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു വരും. നടന്നു വന്നിട്ട് ഈ കുരിശടിയുടെ സൈഡിൽ കൂടിയാണ് അവർ രണ്ടുപേരും വർത്താനം പറഞ്ഞിട്ട് നടന്നു പോകുന്നത്. കുടുംബവിശേഷത്തിന്റെ ആ സീനുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ കാഴ്ചകളോടെ
കുടുംബവിശേഷത്തിൻ്റെ ലൊക്കേഷൻ കാഴ്ചകൾ പൂർണ്ണമാകുകയാണ്. അപ്പോൾ വീണ്ടും ഒരു പഴയകാല ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട വാങ്ങട്ടെ. ബായ്.